ചർച്ചിന്റെ പരിസരങ്ങളിൽ വലിയ ജനക്കൂട്ടമായിരുന്നു. ഉന്തും തള്ളും ബഹളവും. അത് നിയന്ത്രിക്കാൻ പോലീസുകാരും പ്രയാസപ്പെടുകയാണ്. മുകുന്ദനെ കണ്ടതും മാധ്യമപ്രവർത്തകർ ചുറ്റിലും കൂടാൻ ആരംഭിച്ചു. ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി മുകുന്ദൻ സെമിത്തേരിയിലേക്കുള്ള പടവുകൾ കയറി. മറ്റുള്ളവർ പടവുകൾ കയറാതിരിക്കാൻ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും മുകുന്ദന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. കുഴിവെട്ടാൻ വന്നവർ മണ്ണ് നീക്കി തുടങ്ങി. ഒരു നിമിഷം അവരെ തടഞ്ഞാലോ എന്ന് പോലും മുകുന്ദന് തോന്നി. ടെലിവിഷനിലൂടെ വാർത്ത കണ്ടുകൊണ്ടിരുന്ന സത്യനാഥനും അസ്വസ്ഥതയിലാണ്. കുഴിവെട്ടിക്കൊണ്ടിരിക്കെ പെട്ടിയുടെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. ഒരു നിമിഷം ഫോറൻസിക് വിദഗ്ധനായ അജിത് കുഴിവെട്ടിക്കൊണ്ടിരുന്നവരെ തടഞ്ഞു. ഇനി വളരെ സൂക്ഷിച്ചു മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂ. പെട്ടിക്ക് കുലുക്കമുണ്ടാകാതെ ശ്രദ്ധിക്കണം. മണ്ണ് വെട്ടിക്കൊണ്ടിരുന്നവർ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു പിന്നീട് മണൽ നീക്കിയത്. പെട്ടിയുടെ ചുറ്റുമുണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷം കുഴിവെട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, സാറേ, ഇനി മേലോട്ട് കയറ്റിക്കൂടെ? വേണ്ട വേണ്ട. അജിത് അവരെ തടയുന്നത് കണ്ട് മുകുന്ദൻ കാര്യം തിരക്കി. എന്താ ഡോക്ടർ അവരെ തടഞ്ഞത്? സാർ, ഈർപ്പമുള്ള സ്ഥലമായതിനാൽ പെട്ടിയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ നല്ല പോലെ ദഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹവും ജീർണിച്ചു തുടങ്ങിക്കാണും. അടിഭാഗത്ത് എന്തെങ്കിലും കയറ്റിവെച്ചതിന് ശേഷം മാത്രമേ ഉയർത്തിക്കൊണ്ടുവരാൻ പാടുള്ളൂ. അല്പസമയത്തെ പ്രയത്നത്തിനൊടുവിൽ പോലീസുകാരുടെ സഹായത്തോടെ വളരെ പ്രയാസപ്പെട്ട് പെട്ടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. പെട്ടി തുറന്ന് അജിത് പരിശോധന ആരംഭിച്ചു. ഹൃദയമിടിപ്പോടെ എല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മുകുന്ദൻ. സർ, അടക്കം ചെയ്യുന്ന സമയത്ത് പെട്ടിക്കകത്ത് ജൈവവളം ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് കേട്ട് മുകുന്ദൻ കൗതുകത്തോടെ ചോദിച്ചു, അതെന്തിനായിരിക്കും? സർ, അത് ബാക്ടീരിയകൾ വളരെയധികം പെരുകാൻ സഹായിക്കും. തൽഫലം ബോഡി പെട്ടെന്ന് തന്നെ ദഹിക്കാൻ ആരംഭിക്കും. ഇവിടെ ഈർപ്പമുള്ള സ്ഥലമായതിനാൽ പെട്ടിക്കകത്തായിട്ടും അസ്ഥി വെളിവാകും തരത്തിൽ ബോഡി നല്ല പോലെ അഴുകിക്കഴിഞ്ഞിട്ടുണ്ട്. സാർ കണ്ടില്ലേ, മുടിയും അസ്ഥികളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുവരെ നിന്നുകൊണ്ട് നോക്കുകയായിരുന്നു മുകുന്ദൻ. മുട്ടുമടക്കി തറയിലിരുന്ന് പതറിയ ശബ്ദത്തിൽ ചോദിച്ചു, ഇത് സ്ത്രീയുടെയാണോ അതോ പുരുഷൻ്റേതോ? സ്കെൽട്ടൻ കണ്ടിട്ട് ഇത് സ്ത്രീയുടേത് തന്നെയാണ്. അത് കേട്ടതും മുകുന്ദൻ്റെ അസ്വസ്ഥത കൂടി. ഡോക്ടർ, ഏകദേശം വയസ്സ് പറഞ്ഞു തരാം? സർ, കാർബൺ 14 പോലെയുള്ള പരിശോധനയിലൂടെ മാത്രമേ ഏകദേശം വയസ്സും മൃതദേഹത്തിൻ്റെ കാലപ്പഴക്കവും ഒക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് കുറച്ച് കാലതാമസമെടുക്കും. പിന്നെ മുടി ഉള്ളതുകൊണ്ട് DNA ടെസ്റ്റിന് വിധേയമാക്കാമല്ലോ. അപ്പോഴും മുകുന്ദൻ്റെ മുഖത്ത് അസ്വസ്ഥതയായിരുന്നു. അത് മനസ്സിലാക്കി അജിത് പറഞ്ഞു, ഒരു മിനിറ്റ് സാർ, അസ്ഥികളിൽ നിന്നും ഏകദേശം പ്രായം കണ്ടെത്താനുള്ള ചില മാർഗങ്ങളുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. അജിത്ത് വീണ്ടും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസും ഫാദർ വിൻസെന്റും ചർച്ചിന്റെ പടിപ്പുരയിൽ നിൽക്കുന്നത് കണ്ടത്. അവർക്കെന്തോ പറയാനുണ്ടെന്ന് രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മുകുന്ദന് മനസ്സിലായി. ഡോക്ടർ, ഒരു നിമിഷം, ഞാനിപ്പോൾ വരാം. ഓക്കെ സാർ. മുകുന്ദൻ കല്ലറയുടെ അടുത്തു നിന്നും ചർച്ചിന്റെ അരികിലേക്ക് ചെന്നു. എന്താ ഫാദർ, എന്തു പറ്റി? മുകുന്ദന്റെ ചോദ്യം കേട്ട് പൗലോസും ഫാദർ വിൻസെന്റും പരസ്പരം നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഫാദർ, നിങ്ങൾ കാര്യം പറ, എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. പതറിയ ശബ്ദത്തോടെ ഫാദർ വിൻസെന്റ് മുകുന്ദന് മറുപടി കൊടുത്തു. മിത്ര മരിച്ചിട്ടില്ലെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? ഫാദർ എന്തായി പറയുന്നേ? സാറേ, മിത്ര മരിച്ചിട്ടില്ലെന്ന് സാറ് കണ്ടെത്തിയതായി വാർത്ത ഉണ്ടെന്ന് പൗലോസ് പറഞ്ഞു. മിത്ര മരിച്ച അന്ന് വിവരം പോലീസുകാർ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. ബോഡി തിരിച്ചറിയാൻ ഞാൻ കൂടെ പോയിരുന്നു. മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ച മിത്രയുടെ തണുത്തുറഞ്ഞ ശരീരം ഞാൻ നേരിൽ കണ്ടതാണ്. അത് കേട്ടതും മുകുന്ദൻ ഞെട്ടിപ്പോയി. ഹേയ്, എന്തായി പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ബോഡി കുഴിച്ചിട്ടതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചതല്ലേ? പൗലോസേ, താൻ ഈ കാര്യം എന്താ അന്ന് പറഞ്ഞില്ല? മുകുന്ദൻ പൗലോസിനെ നോക്കി വളരെ ദേഷ്യത്തോടെ ചോദിച്ചു. സാറേ, ഇവിടെ കൊണ്ടുവന്ന മൃതദേഹത്തെക്കുറിച്ചുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത്. സാർ മിത്ര മരിച്ചിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കേട്ടതും വലിയ ശബ്ദത്തിൽ മുകുന്ദൻ അലറി, ഷട്ടപ്പ്! നിങ്ങളുടെ ഊഹാഭോഗം പറയേണ്ട സമയമാണോ ഇത്? അപ്പോഴേക്കും പരിശോധന കഴിഞ്ഞ് അജിത് വിളിക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം ഈ വിവരം മറ്റാരോടും പറയരുത്. ഇരുവർക്കും താക്കീത് നൽകി ഹൃദയമിടിപ്പോടെ വേർത്ത് അവശനായി മുകുന്ദൻ കല്ലറയുടെ അരികിൽ ചെന്നു. സാർ, ഭയപ്പെടാനൊന്നുമില്ല, ഇത് മിത്രയുടെ ശരീരമായിരിക്കില്ല. അത് കേട്ടപ്പോഴാണ് മുകുന്ദൻ ശ്വാസമൊന്ന് നേരെ വിട്ടത്. ഏകദേശം 5.6 അടിയോളം നീളമുള്ള സ്ത്രീയുടെ മൃതദേഹമാണ്. ഇടത് കാൽമുട്ടിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്.
അസ്ഥികളുടെ വളർച്ചയും തേയ്മാനവും കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 55 വയസ്സെങ്കിലും പ്രായമുണ്ടാകും. മിത്ര 5.1 ഫുട്ടല്ലേ സർ. അതേപോലെ മെലിഞ്ഞ ശരീരപ്രകൃതമാണ്. അപ്പോൾ ഉദ്ദേശം 50 കിലോ ഭാരം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇതൊരിക്കലും മിത്രയുടേതല്ല സാർ. മുകുന്ദന് തൽക്കാല ആശ്വാസമായെങ്കിലും വളരെയധികം അസ്വസ്ഥതയിലായിരുന്നു. പ്രാഥമിക പരിശോധന പൂർത്തിയായതോടെ മാധ്യമങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടു. ശരീരം മിത്രയുടേതല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ അജിത്ത് മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ടായിരുന്നു. മുകുന്ദൻ എല്ലാവരെയും തട്ടിമാറ്റി സ്വന്തം വാഹനത്തിൽ കയറി അവിടെ നിന്നും അതിവേഗത്തിൽ യാത്ര പുറപ്പെട്ടു. യാത്രക്കിടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം വന്നു. ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന ഫോണിൽ തെളിഞ്ഞ നമ്പർ കണ്ടതും മുകുന്ദൻ പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി. ചേറിപ്പാഞ്ഞുകൊണ്ടിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടതിനാൽ റോഡിൽ നിന്നും വാഹനം തെന്നിമാറി അടുത്തുള്ള മരത്തിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്റ്റിയറിംഗിൽ തലകിടിച്ച് നെറ്റിപ്പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും മുകുന്ദന്റെ ശ്രദ്ധ ഫോണിലേക്കായിരുന്നു. സന്ദേശം വന്നിരിക്കുന്നത് മിത്രയുടെ ഫോൺ നമ്പറിൽ നിന്നാണ്. താങ്ക് യു സാർ. മരിച്ചുപോയ മിത്ര ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിവുണ്ടാക്കി തന്ന സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇതായിരുന്നു ആ സന്ദേശം. കൊലയാളി ഉണ്ടാക്കിയ ബുദ്ധിപരമായ കുരുക്കിൽ ശ്രീലക്ഷ്മിയും ക്രൈംബ്രാഞ്ചും അകപ്പെട്ടതുപോലെ താനും പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് മുകുന്ദന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. നെറ്റിയിൽ നിന്നും രക്തമൊഴുകി ഇറങ്ങിയ അവശതയിലാണെങ്കിലും മുകുന്ദൻ മെസ്സേജ് കണ്ടാൽ അറിയും. അഡ്വക്കേറ്റ് ഗായത്രി വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിലെ പടവുകൾ കയറി മുകുന്ദനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു. എന്ത് പറ്റി മുകുന്ദ? ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു ആക്സിഡന്റ്. കട്ടിലിൽ മുകുന്ദന്റെ തൊട്ടടുത്ത് ചെന്നിരുന്ന വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ? ഛേ, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ചെറിയ അപകടമാണ് ചേച്ചി. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഈ അമ്മയോടൊന്ന് കരച്ചിൽ നിർത്തി മിണ്ടാതിരിക്കാൻ പറയാമോ? മുകുന്ദന്റെ അരികിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയെ ഗായത്രി ശാസിച്ചു. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരാൾ അപകടം പറ്റിയിരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് കരയാതെ. അമ്മയെയും കാവലുണ്ടായിരുന്ന പോലീസുകാരെയും പുറത്തിറക്കുകയും ഗായത്രി വാതിലടച്ചു. പിന്നെ മുകുന്ദന്റെ അടുത്ത് ചെന്നിരുന്ന് ചോദിച്ചു, ഇനി പറ, എന്ത് പറ്റിയടാ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ചെറിയ അപകടം മാത്രമാണ്. എന്നിട്ടെന്താ എൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് മുകുന്ദൻ ആ ചോദ്യത്തിന് മറുപടി നൽകി. എനിക്ക് നേരിടേണ്ടത് ബുദ്ധിരാക്ഷസനായ ഒരു കൊലയാളിയെയാണ്. ചേച്ചി ഒന്ന് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാക്കുക. ഈ അവസ്ഥയിൽ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പവുമില്ല ചേച്ചി. നെറ്റിയിൽ ഒരു ചെറിയ മുറിവ്, അത്രയേ ഉള്ളൂ. ഞാനിവിടെ കിടക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഇന്നെൻ്റെ അന്വേഷണത്തിൻ്റെ 4ാം ദിവസമാണ്. അന്വേഷണ സമയം കഴിയുന്നതിന് മുമ്പ് കൊലയാളി എവിടെ ചെന്നൊളിച്ചാലും അവനെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ കേസിൽ ചേച്ചി ഒന്ന് എന്നെ സഹായിക്കണം. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോടാ? ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയ മുകുന്ദൻ അതുവരെ കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ അന്വേഷണ രേഖകളും റിപ്പോർട്ടുകളും വീടിന് വെളിയിൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അത് കണ്ടുനിന്ന ഗായത്രി അടുത്ത് ചെന്ന് തടയാൻ ശ്രമിച്ചു. നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഭ്രാന്തല്ല ചേച്ചി, ഇതാണ് ശരിയായ മാർഗം. കണ്ടെത്തിയ തെളിവുകളിൽ നിന്നും പ്രതിയെ തേടി ചെന്നാലുണ്ടല്ലോ, ക്രൈംബ്രാഞ്ചിനും ശ്രീലക്ഷ്മിക്കും അവസാനം എനിക്കും പറ്റിയ അബദ്ധങ്ങൾ ആവർത്തിക്കുകയല്ലാതെ പ്രതിയെ കണ്ടെത്താൻ സാധ്യമല്ല. മിത്ര ജീവിച്ചിരിപ്പുണ്ടെന്ന് വാർത്ത പ്രചരിക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് ചേച്ചിയോട് പറയാനൊന്നേ ഉള്ളൂ. അത് കൊലയാളി ഒരുക്കിയ ഒരു ട്രാപ്പ് മാത്രമായിരുന്നു. മിത്ര ജീവിച്ചിരിപ്പില്ല. അതൊരു ഞെട്ടലോടെയായിരുന്നു ഗായത്രി കേട്ടിരുന്നത്. എൻ്റെ ദൈവമേ, അപ്പോൾ അന്ന് അവിടെ നടന്നത് എന്തായിരിക്കും? ഗായത്രിയുടെ ചോദ്യത്തിന് കത്തിക്കൊണ്ടിരിക്കുന്ന ഫയലുകളിലേക്ക് പെട്രോൾ ബോട്ടിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ന് മിത്രയുടെ ശരീരം മറവ് ചെയ്യുമ്പോൾ ഫാദർ വിൻസെന്റും പൗലൂസും 2 കുഴിവെട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് മുന്നിൽ സംശയമുളവാകുന്ന തരത്തിൽ മൃതദേഹം കാണാൻ പോലും അനുവദിക്കാതെ മറവ് ചെയ്യാൻ മുൻകൈയെടുത്തു. മിത്രയുടെ കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ഇനി ഒരു ഉദ്യോഗസ്ഥൻ വരികയാണെങ്കിൽ തീർച്ചയായും അന്ന് നടന്ന ശവമടക്കിൽ അവർക്ക് തോന്നിയ സംശയങ്ങൾ പറയുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ കല്ലറ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പ്രത്യക്ഷത്തിൽ തന്നെ മിത്രയുടെ ശരീരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്യും. അതോടെ അന്വേഷണം മൃതദേഹത്തിൽ കൃത്രിമം കാണിച്ച 2 പേർക്ക് പിറകെയാകും. മിത്ര ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നുള്ള സംശയം വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കും. ഇതുപോലെ ഓരോ കൊലപാതകങ്ങൾക്കും ശേഷം കൃത്രിമമായി അനേകം തെളിവുകൾ സൃഷ്ടിച്ച് കൊലയാളി ട്രാപ്പുകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന എവിഡൻസിൽ നിന്നും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അന്വേഷണത്തെ വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. അത്രയും മുൻവിധിയോടെയും പെർഫെക്ഷനോടെയുമാണ് കൊലയാളി ട്രാപ്പുകൾ ഒരുക്കുന്നത്. മുകുന്ദന്റെ വാക്കുകൾ കേട്ട ഗായത്രി
കൗതുകത്തോടെ ചോദിച്ചു. തെളിവുകൾക്ക് പിന്നാലെ സഞ്ചരിക്കാതെ കൊലയാളിയെ കണ്ടെത്താൻ സാധിക്കില്ലല്ലോ മുകുന്ദ. സാധിക്കും, അതിനെൻ്റെ ചേച്ചി വിചാരിക്കണം. ഞാൻ വിചാരിച്ചാലോ? നീ എന്ത് ഭ്രാന്താണ് പറയുന്നത് മുകുന്ദ? ഭ്രാന്തല്ല ചേച്ചി. ചേച്ചിക്ക് മാത്രമേ കൊലയാളിയെ കണ്ടെത്താനുള്ള വഴി കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. മുകുന്ദൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ഗായത്രി ആകാംക്ഷയോട് കാത്തിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. ക്രൈംബ്രാഞ്ചിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും അന്വേഷണ വഴികളും കൃത്യങ്ങൾ നടന്നതിൻ്റെ വിശദാംശങ്ങളും മുകുന്ദൻ ഗായത്രിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞ ഗായത്രി ചോദിച്ചു, അതെന്താ മുകുന്ദ കൊലയാളി നിനക്ക് മാത്രം സന്ദേശം അയക്കാതിരുന്നത്? ഗായത്രിയുടെ ആ ചോദ്യത്തിന് അല്പനേരത്തെ മൗനത്തിന് ശേഷം മുകുന്ദൻ മറുപടി പറഞ്ഞു. കൊലയാളി കൊലപാതകങ്ങൾ ചെയ്ത് മൃതദേഹം ഉപേക്ഷിക്കുമ്പോൾ ആ പരിധിയിലുള്ള DYSP, ACP പദവിയിലുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കുന്നത് പോലെ ഡോക്ടർ വിമല മരണപ്പെട്ടയെന്ന അതേ പാറ്റേണിൽ ഒരു വീഡിയോ സന്ദേശവും 3 ചിത്രങ്ങളും ഒരു ശബ്ദ സന്ദേശവും അടങ്ങുന്നവ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കും വന്നിരുന്നു.